ഹലോ ഓൾ, ഞാനിന്ന് എൻ്റെ വീട്ടിലാണുള്ളത്. എണീറ്റ് കഴിഞ്ഞ് അങ്ങനെ ഓടിപ്പോയി കർട്ടനെല്ലാം ഞാൻ തുറക്കും. ഇതാണ് എൻ്റെ ബെഡ്റൂം. ഈ ജനാല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കെന്ന് മാത്രമല്ല, വീട്ടിൽ തന്നെ എല്ലാവർക്കും ഈ ജനാല ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദിസ് ഈസ് ടുഡേയ്സ് ലഞ്ച്. അപ്പോൾ ഇതിൽ വന്നിട്ട് വെണ്ടയ്ക്കയും അമരപ്പയറൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അച്ഛനും അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനൊക്കെ. രാത്രി ആയപ്പോഴത്തേനും വീട്ടിൽ അച്ഛൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നോട്ട് റിലേറ്റീവ്സ്, അച്ഛൻ്റെ ചേട്ടൻ, ചേച്ചിമാർ, വല്യമ്മമാർ, അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ അമ്പലത്തിൽ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ ചുമ്മാ കയറിയതാണ്. മീൻവൈൽ ദിസ് ഈസ് മൈ കസിൻ ഫ്രം ഗോവ ആൻഡ് ഹി ഈസ് ഓൾ ഗ്രോൺ അപ്പ് ഇപ്പോൾ. ആൻഡ് ദിസ് ഈസ് എ പിക്ചർ ഓഫ് us when we were small. നെക്സ്റ്റ് ഡേ നമ്മൾ ചുമ്മാ ഒന്നും പുറത്ത് ചായ കുടിക്കാൻ പോയിരുന്നു. സോ ദിസ് ഈസ് ഫ്രം ദാറ്റ്. നമ്മൾ തോംസൺസിലാണ് പോയത്. ഇവിടെ പോയിരിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോവും. ആൻഡ് ഇവിടുത്തെ വൈബ് നല്ല അടിപൊളിയാണ്. സോ നെക്സ്റ്റ് ഡേ ഞാനും അമ്മയും കൂടെ ഇപ്പോൾ ഉള്ളത് ഹെയർ സ്റ്റുഡിയോയിലാണ്. ഇപ്പം ഞാൻ എൻ്റെ മുടി കളർ ചെയ്യാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. സോ ദിസ് ഈസ് മൈ ഹെയർ സ്റ്റൈലിസ്റ്റ്, ആരിഫ് എന്നാണ് പേര്. ആൻഡ് ഹീ പ്രിറ്റി മച്ച് ഡസ് ദ ജോബ് റിയലി വെൽ. സോ ഞാൻ എപ്പോഴും ആരിഫിൻ്റെ അടുത്താണ് പോകാറുള്ളത്. ഞാൻ ആരിഫിൻ്റെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടാണ് പോകാറുള്ളത്. And this time it took pretty long, but mom was ചെയ്യാൻ like ശ്രമിക്കുന്നുണ്ടായിരുന്നു. like I was trying to curl my hair. അപ്പോൾ എൻ്റെ മുടി കേൾ ചെയ്താലും ഒരുപാടും അത്ര എളുപ്പത്തിൽ കെടുക്കില്ല കേളായിട്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് വീണ്ടും സ്ട്രെയിറ്റ് ആയി വരും. സോ ഹി വാസ് ട്രൈങ് ഹിസ് ബെസ്റ്റ്. ആൻഡ് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒരു അടിപൊളിയായിരുന്നു ടോട്ടലി. ഞാനും വളരെ ഹാപ്പിയാണ് മുടി കണ്ടിട്ട്. അമ്മയും വളരെ ഹാപ്പിയായിരുന്നു. സോ മുടി വെച്ച് ഞാൻ എടുക്കാൻ പറ്റാവുന്ന അത്ര ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. പ്ലസ് അമ്മയും ഒരുപാട് ഫോട്ടോസും വീഡിയോസും എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. അച്ഛനെ വിളിച്ചു. അച്ഛൻ ഓടി വന്നു. എന്നിട്ട് എനിക്ക് ദോശയൊക്കെ വാങ്ങി തന്നു. വാസ് ഹാപ്പി. ആൻഡ് വീട്ടിലെത്തി വീണ്ടും നമ്മൾ മുടി വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. മുടിയിൽ നിറയെ ഹെയർ സ്പ്രേ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കാരണം മുടി കുറച്ച് റഫായിട്ടാണ് ഇരുന്നിരുന്നത്. സോ ഐ വാസ് ചെക്കിങ് ഔട്ട് ദാറ്റ്. ജമ്പിങ് ഓൺ ടു നെക്സ്റ്റ് ഡേ. സോ വി ആർ ഹിയർ ഇൻ ഭീമ ടുഡേ. ആൻഡ് ഇന്ന് എനിക്ക് 2 കുട്ടി കമ്മൽ ഡെയിലി ഇടാനായിട്ട് വേണമെന്നുള്ള അമ്മയുടെ അടുത്ത് കുറേ കാലമായി പറയണം. സോ നമ്മൾ ആ വഴിക്ക് പോയപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ഒന്ന് ഭീമയിൽ കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമ്മാ പോയതാണ്. സോ 2 കമ്മലുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് ദിസ് ഈസ് ദെയർ വൈഡ് റേഞ്ച് ഓഫ് കമ്മൽ. ലൈക്ക് സോ പ്രിറ്റി, സോ ഗുഡ്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. ആൻഡ് അച്ഛനും അമ്മ എന്തോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തോ അച്ഛൻ എങ്ങോട്ടോ നടന്നുപോയി, പിന്നാലെ അമ്മയും നടന്നുപോയി. അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പോയതാണ്. ആൻഡ് ഈ ഭീമ വളരെ നല്ല ഭംഗിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇൻറ്റീരിയറൊക്കെ ലൈക്ക് ഇറ്റ് ഫീൽസ് വെരി ട്രഡീഷണൽ. ആൻഡ് ഈ ഗണപതീൻ്റെ സ്റ്റാച്യു വന്നിട്ട് ഇറ്റ്സ് സോ അമേസിങ്.
നമ്മളിന്ന് ഭീമ ജ്വല്ലറിയിലാണ്. നമ്മുടെ അച്ഛനും അമ്മനും കൂട്ടി സ്വർണ്ണം എടുക്കാൻ വേണ്ടിയാണ്. എൻ്റെ മോളുടെ കാത് കുത്താൻ വേണ്ടി. എനിക്ക് ചെറുതായിട്ട് റീൽസ് എടുക്കുന്ന ഒരു അസുഖമുണ്ട്. സോ അത് പ്രമാണിച്ച് ദിവാലീൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഐ വാസ് ഡ്രസ്സിങ് അപ്പ് ആൻഡ് ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉള്ളതാണ് ഈ ക്ലിപ്സ് എല്ലാം. സോ ദിസ് ഈസ് എ സാരി വിച്ച് ഐ ടുക്ക് ഫോർ മൈ ഫ്രണ്ട്സ് വെഡിങ്. സോ ഈ അടുത്ത് ഞാനൊരു കുറച്ച് കാണുന്നുണ്ട് ഡ്രേപ്പ് ചെയ്തിട്ടുള്ള സ്കേർട്ട് പോലെ ആക്കാമെന്നുള്ളത് സാരി. സോ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഐ ഗോട്ട് എ പെർഫെക്റ്റ് ഷോൾ ഫോർ ദിസ്. സോ ഐ തോട്ട് ലൈക്ക് ഓവറോൾ ഇത് നല്ലപോലെ പോവും മൊത്തത്തിലെന്ന് തോന്നി. ആൻഡ് ദിസ് ഇസ് ഹൗ ഐ സ്റ്റൈൽഡ് ഇറ്റ്. ലൈക്ക് വി ഹാവ് എന്താ പറയുക, ഒരു ഹാഫ് സാരി പോലെ ഓർ ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഹാഫ് സാരി, ഡ്രേപ്പ് സ്കേർട്ട്, യെസ്. സോ അതാണിത്. അപ്പോൾ ഇന്ന് ദിവാലിയാണ്. അടുത്തുള്ള വീട്ടിലെല്ലാം ചെറാത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു വയ്ക്കാൻ, കുറച്ച് തിരക്കായിപ്പോയി. രാത്രി ആയപ്പോഴത്തേനും നമ്മൾ ഫുൾ സെറ്റാക്കിയിരുന്നു. ഞാൻ എന്തൊക്കെയോ ആണ് ഞാൻ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ചെയ്യാനൊക്കെ. പക്ഷേ ആഫ്റ്റർ ഓൾ സമയമില്ലാത്തതിനാൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്നാലും ഇറ്റ് വാസ് ലൈക്ക് വെരി പ്രിറ്റി. ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് വാസ്. ലൈക്ക് സ്വസ്തിയൊക്കെ വേറെ എങ്ങനെയോ ആണ് വരച്ച് വെച്ചിരിക്കുന്നത്. അതൊക്കെ തെറ്റാണ്. എന്നാലും എന്താ പറയുക, നല്ല പ്രിട്ടിയാക്കി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ഹൗ മൈ ഹോം ലുക്ക്ഡ് ദാറ്റ് ഡേ. നെക്സ്റ്റ് ഡേ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയതാണ് പുറത്ത്. സോ ചുങ്കം ഭാഗത്ത് ഒരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട്. സോ വി തോട്ട് വിൽ ഹാവ് സംതിങ് ഫ്രം ദെയർ. പക്ഷേ അവിടെ മന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഓർ സം ടൈപ്പ് വെറൈറ്റീസ് ഓഫ് ഫ്രൈസ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ തോംസൺസിലേക്ക് വിട്ടു. ബൈ ദ ടൈം ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ തോംസൺ മാത്രമേ തുറന്നിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അവിടെ പോയത്. എപ്പോഴും ചായ കുടിക്കാൻ പോകുന്നല്ലാണ്ട് നമ്മളൊന്നും ഇവിടെ കയറി കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എപ്പോഴും the queue will be like quite long. So ഇന്നായിരുന്നു ഒന്ന് സമാധാനിച്ചിരുന്ന് അതിനകത്ത് കയറി കഴിക്കാൻ പറ്റിയത്. ആൻഡ് ദിസ് ഈസ് മൈ മാം ആൻഡ് ദിസ് ഈസ് മൈ ഡാഡ്. നമ്മളെന്തൊക്കെയോ അവിടെ നിന്ന് കഴിച്ചു. എനിക്ക് സൂപ്പായിരുന്നു വേണ്ടത്, അത് കിട്ടിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഓക്കെ. ഇപ്പം നമ്മളുള്ളത് വെളുത്തൂർ പാടത്താണ്. സോ ഇതാണ് കുറച്ച് പാടം. സോ
നമ്മൾ കൃഷി എന്തൊക്കെയൊക്കെയോ നോക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ. ആൻഡ് ഓൾസോ നെക്സ്റ്റ് സ്റ്റോപ്പ് വാസ് ദേജാബ്ലൂ. സോ ഇത് ഒരുപാടായി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നു. സോ ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദിസ് പ്ലേസ്. ഇറ്റ് സീംസ് ലൈക്ക് എ നൈസ് പ്ലേസ്. ആൻഡ് അവർ സാൻഡോറിനി പോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. ലൈക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, നല്ല സ്പേസാണ്. ആൻഡ് ഇറ്റ്സ് വെരി ക്ലോസ് ടു ബീച്ച്. സോ നല്ലൊരു അമേസിങ് വ്യൂ ആയിരുന്നു. നമ്മൾ പോയ ദിവസം വന്നിട്ട് നല്ല കാറ്റും ഇടിമിന്നലൊക്കെ ഉള്ള ദിവസമായിരുന്നു. കുറച്ച് നേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയത്. സോ ഓവറോൾ ദാറ്റ്സ് ഇറ്റ്. That's my home vlog, guys.